ഇങ്ങ് വന്നേ. ഇവരെയൊക്കെ എന്തിനാ നോക്കുന്നേ? നിന്റെ വല്യമ്മേനെ വിളിക്കുന്നേ? നീ വാ. ചെല്ല. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് ഈ വീട്ടിലെ ഒരാളുടെ പിറന്നാളാ. ആരുടെ പിറന്നാളാ എടുത്തി? അത് ഞാനിപ്പോ പറയില്ല. എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നോട് പറഞ്ഞെടുത്തി? അതെ, മാലതിയോട് പറഞ്ഞാലേ മാലതി അത് എല്ലാവരോടും പറയും ഇപ്പൊ തന്നെ. അത് വേണ്ട, ആ സമയത്ത് എല്ലാവരും ഒരുപോലെ അറിഞ്ഞാൽ മതി. അപ്പൊ ഇതായിരുന്നു സംഭവം. വാങ്ങിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് എന്താ കുഴപ്പം? ചോറിവിടെയും കൂറവിടെ. ഇവളെ ആ മാധുരിയുടെ മകള് തന്നെ. എന്റെ കാർത്തിമോന്റെ ജീവൻ എടുക്കാൻ പിറന്നവള്. ഇവള് ജനിച്ച ഈ നശിച്ച ദിവസം തന്നെയാ എന്റെ കാർത്തിമോൻ അപകടത്തിൽപ്പെട്ടത്. ഇവൾ എന്റെ കാർത്തിമോനെ കൊല്ലും. അമ്മേ, രാജലക്ഷ്മി, നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അമ്മേ, പരിസരം മറന്ന് അമ്മയെ സംസാരിക്കുന്നത്. ഇവരൊരു ഗിഫ്റ്റ് കൊടുത്തെന്ന് വെച്ച് മീനാക്ഷി ഇവരുടെ സ്വന്തമാവുമോ? അമ്മ പറഞ്ഞത് 100% ശരിയേ. ഇവള് ഈ ഒരുമ്പട്ടവള് എന്റെ മോനെ കൊല്ലും. അതിന് ഞാൻ സമ്മതിക്കില്ലേ. ചെമ്പക മകള് നശിക്കേ. ഇവള് ഒറ്റ ഒരുത്തി കാരണം. ആ സിദ്ധനെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. സിദ്ധനോ? ഏത് സിദ്ധൻ? അദ്ദേഹം പറഞ്ഞത് കേട്ടാലേ നീ ഇപ്പോ ഇവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടും. ഇവളെ ഈ തറവാട് കുളം തോണ്ടുന്ന സിദ്ധം പറഞ്ഞത്. എന്നോടും മാനതയോടും കൂടിയാ സിദ്ധം പറഞ്ഞത്. കൊച്ചുമകന്റെ ഭാര്യാസ്ഥാനത്തുള്ള സ്ത്രീ അവൾ ആ തറവാട് മുടിക്കും. നിങ്ങളുടെ തറവാട്ടിലെ പേരക്കുട്ടിയെയും അവൾ ആപത്തിൽപ്പെടുത്തി. ഈ സ്ത്രീ സർവസംഹാരിയായ തീയാണ്. നാശം മാത്രം നീ വിതയ്ക്കൂ. എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്തുകൾ തന്നെ. അപകടവും മരണവും അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ്.
ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നെത്തുക. കൊള്ളാം. ഏതോ ഒരു അവിഞ്ഞ സിദ്ധൻ ഏതാണ്ടൊക്കെ ചീഞ്ഞ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ സത്യമാവും എൻ്റെ അമ്മേ. ടെക്നോളജി എല്ലാം ഇത്രയും വളർന്ന ഈ കാലത്ത് നിങ്ങളൊക്കെ ചെന്ന് പെടുവല്ലോ ഇങ്ങനെ കുറെ ആളുകളുടെ മുമ്പിൽ. നീയാണോടി എന്റെ അമ്മയെ വളച്ച് കണ്ട സിദ്ധന്റെയും മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുവന്നത്? അയ്യോ ഞാനല്ല, അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഡാ, നീ സിദ്ധനെ കുറ്റമൊന്നും പറയണ്ട. അദ്ദേഹം ആചാര്യനാ, സത്യം മാത്രമേ പറയൂ. പെറ്റ തള്ളയെ കത്തിച്ചിട്ട് എന്നിവള് വലതുകാലം വെച്ച് തറവാട്ടിലേക്ക് കയറിയോ, അന്ന് ഈ തറവാടിന്റെ അടിവരെ ഇളകി തുടങ്ങി. സാവിത്രി, ഇവരുടെ ബലിയാടാവാനേ എന്റെ മകനെ വിട്ടു കൊടുക്കില്ല. രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിക്കും. എന്തോന്ന് തീരുമാനിക്കാൻ? മീനാക്ഷിയെ കാർത്തികിന്റെ ഭാര്യ, അവരുടെ കാര്യം അവര് തീരുമാനിച്ചോളൂ. അതെ അതേ നടക്കൂ. നീ പോയിട്ട് എന്റെ കാര്യം നോക്ക്. ആ പോട്ടെ മോളെ. എന്റെ മോളോട് വല്യമ്മ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാ. അന്ന് നീ അത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് നീ ഇങ്ങനെ കരയേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഒരു ദുസ്വപ്നം എന്നതുപോലെ എന്റെ മോൾ ഇതൊക്കെ അങ്ങ് മറന്നേക്ക്. ഇപ്പോഴും എന്റെ മോൾക്ക് നിനക്ക് മുന്നിൽ ഈ വല്യമ്മ വെച്ച ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ തന്നെ നിനക്ക് എൻ്റെ കൂടെ പോരാ. നിനക്കവിടെ ഒരു വീടുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായ ഒരു മുത്തച്ഛനും ഉണ്ട്. മോൾ എന്തു പറയുന്നു? എന്താ മിണ്ടാത്തത് മോളെ? എന്റെ കണ്ണീര് കണ്ട് ഫിലിം മുതലെടുക്കാൻ നോക്കണ്ട. രക്തബന്ധമുള്ള നിങ്ങളെ എനിക്കിപ്പോ പേടിയാ. പക്ഷെ എനിക്ക് രക്തബന്ധമില്ലാത്ത ഒരമ്മയുണ്ട്, എന്നെ പ്രസവിക്കാത്ത ഒരമ്മ. അമ്മ തരുന്ന സ്നേഹവും വാത്സല്യവും മതി എനിക്ക് ജന്മത്തേക്ക്. എനിക്കെന്റെ ഈ അമ്മ മാത്രം മതി. പുഴുത്ത നായെ ഓടിക്കുന്നത് പോലെ ഇവരെല്ലാവരും കൂടി നിന്നെ ചെമ്പകമംഗലത്ത് നിന്ന് ആട്ടിയിറക്കും. ആ ദിവസം അത്ര ദൂരത്തൊന്നുമല്ല.
നീ കരുതിയിരുന്നോ? ഹലോ മതി മതി മതി. മതി മതി. ഇന്ന് നന്ദിനിടത്തി ഉണ്ടാക്കിയ സദ്യയാ. പക്ഷേ കറിയെല്ലാം കുറച്ച് തണുത്തിട്ടുണ്ട്. നേരം വൈകിയില്ലേ? കാർത്തിമോന് കൊടുത്തോ? ആ, നന്ദിനിടത്തി കൊടുത്തു. അല്ല, നന്ദിനി മീനാക്ഷി എവിടെ പോയി? മീനാക്ഷി കരച്ചില്ല. നന്ദിനിടത്തി മീനാക്ഷിയുടെ കൂടെയുണ്ട്. ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് അവര് വന്നില്ല. അതെങ്ങനെയാ? തൊട്ടതിനും പിടിച്ചനൊക്കെ ആ കുഞ്ഞിനെ വഴക്ക് പറയാനല്ലേ ഇവിടെ ചെറുക്ക് മത്സരം? ഇന്നും പട്ടിണി. അവരില്ലാതെ എനിക്ക് ഈ ആഹാരം ഇറങ്ങില്ല. അച്ഛാ വേണ്ട അച്ഛാ, അച്ഛനോട് ഇരിക്കേ. മീനാക്ഷി നന്ദിനി എടുത്തിയും ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മുത്തശ്ശി പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട മോളെ. വാ എഴുന്നേക്ക്. ദേ അവരെല്ലാം ഡൈനിങ് ഹാളിൽ കാത്തിരിക്കുകയായിരിക്കും ഊണ് കഴിക്കാൻ വേണ്ടി. എനിക്ക് വേണ്ടമ്മ. മോളെ, നീ ചെല്ലാതിരുന്നാല് മുത്തശ്ശനും ജഗദീഷും അത് ശ്രദ്ധിക്കും. അവരാഹാരം കഴിക്കില്ല. തിരക്കിലും ടെൻഷനിലും എല്ലാവരും മറന്നുപോയ ഒരു കാര്യത്തിന് ചെറിയ ചെണ്ട മാപ്പ്. മോക്കെന്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു ചെറിയച്ച. മോളെ, ഒരു വീടാവുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. മോളെ നിങ്ങൾ വിട്ടുകളഞ്ഞല്ലേ. വാ, നമുക്ക് ഊണ് കഴിക്കാം. നിന്റെ മുത്തച്ഛയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? പോട്ടെ. മാത്രമല്ല, അവള് നിന്റെ മുത്തച്ഛൻ ആഹാരം കഴിക്കാതിരിക്കുക. നീ വന്നിട്ടേ കഴിക്കുന്നാ പറയുന്നേ. വാ മോളെ. വാ.
ആ വാവാ. പിറന്നാളുകാരി വന്നിട്ടുണ്ട്. മീനാക്ഷി കൊച്ചിനെ മുത്തച്ഛന്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശിയുടെയും പിറന്നാൾ ആശംസകൾ. താങ്ക് യു മുത്തശ്ശി. ആ കേക്കൊക്കെ വാങ്ങി നമുക്ക് വൈകിട്ട് മുറിക്കാം. അപ്പോ വിപുലമായ പിറന്നാൾ ആഘോഷം. ഇപ്പൊ നമുക്ക് ഊണ് കഴിക്കാം. ആ മോളിരിക്ക്. അമ്മേ. മോളിരിക്കെ, അമ്മ ഇരുന്നോളാം. മാലതി, മാലതി ഇരിക്കെ. ഹലോ. അയ്യോ മോളെ, അയ്യോ ചേച്ചി, മോളെ, മോളെ സാവിത്രി, ചേച്ചി, എന്ത് പറ്റി? ചേച്ചി. സാവിത്രി. മോളെ, ചേച്ചി സാവിത്രി, ചേച്ചി സാവിത്രി, മോളെ, ചേച്ചി സാവിത്രി, സാവിത്രി മോളെ, മോളെ, എന്താ ഇത്? ചേച്ചി 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 മോളെ, സാവിത്രി എന്താ ഇത്? അയ്യോ, എന്ത് പറ്റി? കണ്ണൂർ സാവിത്രി. ചേച്ചി മോളെ സാവിത്രി, ചേച്ചി സാവിത്രി ചേച്ചി മോളെ സാവിത്രി, ചേച്ചി മോളെ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ സാവിത്രിയേച്ചി? രാമഭദ്രന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാ മോളെ നീ ഇത് തുറന്നു പറയാതിരുന്നത്? അമ്മയോടും അച്ഛനോടുമായി അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ദുബായിൽ നിന്ന് രാമേട്ടൻ വിളിച്ചിരുന്നു. അവിടെ രാമേട്ടന്റെ ബിസിനസ് ഒക്കെ ആകെ തകർന്നു. ഉടനെ ഒരു 3 കോടി രൂപ രാമേട്ടന് കൊടുത്തേ പറ്റൂ. അവൻ ഇത് പതിവാക്കിയിരിക്കുക. ഇവിടെ കൊടുക്കാൻ കാശൊന്നുമില്ല. അമ്മേ, അങ്ങനെ പറയരുത്. രാമേട്ടന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. ചെമ്പകമംഗലത്തിന്റെ തറക്കടിയിൽ നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലെന്ന് നിന്റെ രാമേട്ടനോട് പറഞ്ഞേക്ക്. ആണോ? എപ്പോ? ശരി. ദാ എന്റെ തറവാടിന്റെ നിധി.